ഹലോ, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്കറിയത്തില്ല ഇത് എവിടെ ചെന്ന് തീരുമെന്നോ പകുതിയിൽ ഞാൻ എൻഡ് ചെയ്യുമെന്നോ അറിയില്ല. കാരണം ഇത് ഞാൻ പ്ലാൻ ചെയ്തെടുത്തതല്ല കേട്ടോ. ഇന്ന് തോന്നി അങ്ങനെ എന്ത് വീഡിയോ ഇടുമെന്ന് ചിന്തിച്ചപ്പം ഞാൻ അങ്ങനെ തോന്നിയെടുത്തതാണ്. അപ്പോൾ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് കുറച്ച് നാളായിട്ട് നിന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് കുമ്പയൊക്കെ ചാടി തുടങ്ങിയപ്പോഴത്തേന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇളയ പുത്രി എണീറ്റ് വന്ന് അവളും എൻ്റെ കൂടെ കൂടി കേട്ടോ. കുറച്ച് നേരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, അതിൽ കൂടുതൽ പോയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് പോയി എൻ്റെ ചെടിയെല്ലാം 2-3 ചെടിയേ ഉള്ളൂ, അതവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി തിരിച്ച് വന്ന് ചായ ഇടുകയാണ് കേട്ടോ. ചായ അടപ്പത്തിനും തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ അരി അങ്ങ് വെള്ളത്തിലിടും. അപ്പം ചായ കുടിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേന് അരി ഇടാറാവും കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ അരി പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. അതിനാണ് കേട്ടോ നേരത്തെ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ ചായയും കൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് സമയം എൻ്റേതായിട്ടുള്ള സമയമാണ്. ഫോണൊന്നുമില്ല. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ജനലിൻ്റെ അവിടെ പുറത്തോട്ട് പോകുന്നവരെയും വരുന്നവരെയൊക്കെ നോക്കി ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് അവലോകനം ചെയ്യും. കുറച്ച് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ അത്. ചുമ്മാ ഒരു റിലാക്സേഷൻ ടൈം, നമുക്ക് അന്നത്തെ ഒരു എനർജി സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടൈമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത് മിക്കവാറും സമയം ഉള്ളപ്പോഴെല്ലാം ഞാനിങ്ങനെ ടൈം എടുക്കാറുണ്ട് രാവിലെ. അങ്ങനെ എടുക്കുമ്പോൾ ആ ഡേ ഒരു ഫുൾ എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ച്, അപ്പോൾ ഇന്നൊരു ഉടായ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിള്ളേർക്ക് ഓട്സ് കാച്ചി കൊടുക്കും. ഞാനാണെങ്കിൽ റാഗിപ്പൊടി, സ്മൂത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്മൂത്തിക്ക് ബാക്കി സാധനങ്ങളൊക്കെ നട്ട്സൊക്കെ ഇട്ട് അതിനകത്ത് പൊടിച്ചൊക്കെ ഇടണം. അതെനിക്ക് മടിയായതുകൊണ്ട് ഇന്നിനെയും വീഡിയോ ഒക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ റാഗി ജസ്റ്റ് കുറുക്കി പിള്ളേരുടെ ഓട്സ് കുടിക്കുന്ന കൂട്ടത്തിൽ സ്മൂത്തി പോലെ ഇച്ചിരി വെള്ളമാക്കി അങ്ങ് കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരത്തെ ഫില്ലിംഗ് ആയിരിക്കും, അങ്ങനെ വിശക്കൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇനി ഒരു കാപ്പി കുടിക്കുന്ന ടൈം വരെ എനിക്ക് വിശക്കില്ല കേട്ടോ. ആക്ച്വലി ഇത് സ്മൂത്തി ആയിട്ട് കുടിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് അധികം അരുചിയൊന്നും തോന്നത്തില്ല. റാഗിപ്പൊടിയുടെ കുത്തലൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. കുറച്ച് പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റോബസ്റ്റ പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലായിട്ട് അടിച്ചിട്ട് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ പുറത്തൊന്ന് വിതറിയിട്ടിട്ട് കുടിക്കുവാണെങ്കിൽ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിപ്പം പഴമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കുറുക്കി ചുമ്മാ കുടിക്കുന്നതേ ഉള്ളൂ. ടേസ്റ്റ് ഒന്നും നോക്കുന്നില്ല. വിശപ്പ് അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനുവേണ്ടി ഒരു ഉടായ്പ പരിപാടിയാണെന്ന് മാത്രം. ഇവൾ എൻ്റെ കൂടെ എപ്പോഴും അടുക്കളയിൽ കാണും കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ കാണും. എന്തെങ്കിലുമൊക്കെ സഹായിക്കാനാണെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം അവളെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാല് കുലുക്കി ഇച്ചിരി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോവാം. ആ കവറിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് കുലുക്കി ഒഴിക്കുകയാണ് കേട്ടോ. അവൾ പോകാൻ പറഞ്ഞാൽ അവർക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുത്തും കേട്ടോ കുറച്ച് നേരം. ആദ്യമൊക്കെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ പണിയുമെന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ആളവിടെ അടങ്ങിയിരുന്നോളും. അതുകൊണ്ട് ഞാൻ അവിടെ കയറ്റി അങ്ങനെ ഇരുത്തിയേക്കും. ആൾ തന്നെ അവിടെ വലിഞ്ഞു കയറി ഇരുന്നോളും. അപ്പോൾ കുറച്ച് നേരം ആൾ കളിക്കാൻ ചേച്ചി എണീറ്റ് വരുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ പൊക്കോളും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണ്. ഇനി ഓഗസ്റ്റിലെ സ്കൂൾ ഓപ്പൺ ചെയ്യുള്ളൂ. അതുവരെ അല്ലേ നമുക്ക് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അവരങ്ങ് സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന കാര്യം പറഞ്ഞ് ഓട്സ് കുടിക്കാൻ വേണ്ടി പോയി. ഓട്സൊക്കെ തന്നെ കുടിച്ചോളും കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ വേണ്ടി ഞാൻ ഉണങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. വേറെ ഡ്രസ്സ് അലക്കി ഇട്ടിട്ടുണ്ട്, അതിനി വിരിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടി അതങ്ങ് മടക്കി വെച്ചതാണ്. എന്നിട്ട് ഓടി വന്ന് പാത്രം കഴുകുകയാണ് കേട്ടോ. എനിക്ക് 3 സ്ക്രബുണ്ട്. ഈ നോൺ സ്റ്റിക്കൊക്കെ കഴുകാൻ വേണ്ടി ചെറിയ സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബുണ്ട്. അല്ലാതെ ബാക്കി പാത്രങ്ങളൊക്കെ കഴിയാൻ വേണ്ടി നമ്മുടെ സാധാരണ സ്ക്രബ് ഉപയോഗിക്കും കേട്ടോ. നോൺ സ്റ്റിക്ക് എളുപ്പം പോകാതിരിക്കാൻ വേണ്ടി. നോൺ സ്റ്റിക്ക് സാധാരണ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇപ്പം മോക്ക് ബ്രെഡ് ടോസ്റ്റും കൂടെ വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കുവാണെങ്കിൽ, സാധാരണ ഈ പാത്രങ്ങളെല്ലാം കൂടി ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും. പിന്നെ പെട്ടെന്ന് ഇച്ചിരി ഒക്കെ ഉള്ളത് അങ്ങ് പെട്ടെന്ന് കഴുകി വെക്കാമെങ്കിൽ നമുക്ക് അത്ര ഇറിറ്റേറ്റ് ആവത്തില്ല കേട്ടോ. ഈ സിങ്ക് ഒരു അക്ഷയപാത്രമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എത്ര കഴുകി വെച്ചാലും എപ്പം കഴുകി വെച്ചാലും ഇത് പിന്നെയും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ പാത്രം കഴുകൽ തന്നെ ഒരാൾക്കുള്ള പണിയുണ്ട്. ശരിക്കും എല്ലാ വീട്ടമ്മമാർക്കും തോന്നാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് കഴുകിയെടുത്ത് അടപ്പത്ത് വെക്കാൻ പറ്റും. ചോറും ചീരത്തോരനും മോരുകറിയും വെച്ച് പിന്നെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വറക്കാൻ വേണ്ടി. അതും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മോരുകറിക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. തൈര് കുറച്ചുണ്ടായിരുന്നു. അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചുമന്നുള്ളി അരിഞ്ഞു എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഞങ്ങളുടെ പത്തനംതിട്ട സ്റ്റൈല് സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയതാണ് ഉണ്ടാക്കാറ്. ചിലപ്പോഴൊക്കെ വെള്ളരിക്കയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വേറെ കൂട്ടാനും കറിയൊക്കെ കുറവുള്ളപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ വേറൊരു വീഡിയോയിലും ഈ വിസ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. സാധാരണ ഞാൻ ഈ തൈര് ഉടയ്ക്കുന്നത് മിക്സി എടുത്തിട്ടായിരുന്നു. അത് അപ്പം മിക്സി കഴുകണം, വലിയ ഇരട്ടി പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയത് എനിക്ക് വളരെ സഹായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറിവേപ്പില ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. കഴുകി ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ്. ഇവിടെ കറിവേപ്പില അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പം ഞാൻ ഈ മോരുകറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം അടുപ്പിച്ച് തന്നെ വെക്കും കേട്ടോ. പിന്നെ കടുക് ഇടാൻ നേരം മറ്റേത് കാണത്തില്ല, ജീരകം കാണത്തില്ല. അങ്ങനെ കടുവും ഉലുവയും ജീരകവും ഒക്കെ ഇട്ട് പൊട്ടിച്ച് മുളകും ചുമന്ന മുളകും പച്ചമുളകും ഞാൻ ഇടും കേട്ടോ. 1-2 ഇടാറുള്ളൂ.
പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൊടിയെല്ലാം തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതും കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ചുമന്നുള്ളി ഇട്ടിട്ട് പിന്നാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. കാരണം ഈ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടാൽ അതിൻ്റെ അടിക്ക് കരിഞ്ഞു പിടിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ഞങ്ങൾ ഇടും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പ് കലക്കി വെച്ചിരുന്നതാണ് മോരിനകത്ത്. അപ്പോൾ ഇനി മോര് കറി ഇനി അത് അവിടെ ഇരുന്നാൽ തിളച്ച് പിരിഞ്ഞു പോകും. അതുകൊണ്ട് വേറെ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പണിയെല്ലാം കുറച്ച് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം പാത്രമെല്ലാം കഴുകി വെക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഞാൻ ഈ ഡോറിൻ്റെ അവിടെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ അത് അഴുക്കാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴാണ് എൻ്റെ കെട്ടിയവനൊരു പൊതിയും കൊണ്ട് വന്നത്. ഞാൻ ഓർത്ത് വല്ല ലഡുവോ ജിലേബിയോ ഒക്കെ ആയിരിക്കുമെന്ന്. തുറന്ന് നോക്കിയപ്പോഴാണ് അതെനിക്കുള്ളൊരു പണിയാണെന്ന് എനിക്ക് മനസ്സിലായത്. കൊഞ്ചാണ് കേട്ടോ. അതും ഇച്ചിരിയൊന്നും അല്ല, ഇച്ചിരി ഏറെയുണ്ട്. ഒരുമിച്ച് വാങ്ങിച്ചതാണ്. മീൻ വാങ്ങിക്കാൻ പോയതാണ്. മീൻ കിട്ടാതായപ്പോൾ, ഫ്രഷൊന്നും കിട്ടാതായപ്പോൾ കൊഞ്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഫ്രോസണാണ്, പക്ഷേ ഇളകി വരുന്നുണ്ട്. ഒത്തിരി നേരം ഒന്ന് വെള്ളത്തിട്ട് വെക്കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഓരോന്ന് ഇളക്കി എടുത്തപ്പോൾ തന്നെ അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വലുതായിട്ട് എനിക്ക് വെട്ടാനൊന്നും അറിയത്തില്ല. എൻ്റെ രീതിയിലൊക്കെ ഞാനങ്ങ് വെട്ടി ശരിയാക്കുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയായിരുന്നു കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ യൂട്യൂബിനകത്ത് നോക്കുമായിരുന്നു. ഇത് കുറച്ച് ഞാൻ എടുത്ത്, ഇനി ബാക്കി പിന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്നെടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ തലയും അതിൻ്റെ കൊമ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു തമാശ തോന്നി കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ കൊമ്പൊക്കെ ഒന്ന് വലിച്ചു പറിച്ച് നോക്കി തലയും കൂടെ എടുക്കാൻ പറ്റുമോയെന്ന്. പക്ഷേ ആ കൊമ്പ് പറിച്ച് കളയുമ്പോൾ തന്നെ എൻ്റെ തലയെ അപ്പടി അങ്ങ് പോയി കേട്ടോ. പിന്നെ ഞാനത് തല ഇല്ലാതെ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അത് പൊളിക്കാൻ എളുപ്പമാണ് കേട്ടോ. പൊളിക്കാൻ ഇത് ശരിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊഞ്ചനെ ശരിയാക്കാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി പേപ്പർ പോലെ ഇങ്ങനെ ഇളകി പോരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാലെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ ആ വാലും ഇങ്ങ് പോരും കേട്ടോ. പിന്നെ എന്നിട്ട് അതിൻ്റെ തലഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പണി ഞാൻ പ്രതീക്ഷ അല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പണി പെട്ടെന്ന് തീർക്കാൻ ഞാൻ നോക്കുകയാണ് കേട്ടോ. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. ഇതിൻ്റെ ആ വേസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻ്റ് ഇല്ലേ, 1, 2, അതിൻ്റെ 2ൻ്റെ സ്ക്വയറിൻ്റെ അവിടെ വരുന്നുണ്ടേ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് കുത്തിയെടുക്കുവാണെങ്കിൽ ആ നൂല് പോലെയുള്ള സാധനം ഇങ്ങ് വെളി വരും കേട്ടോ. കണ്ടില്ലേ? ഇതങ്ങനെയാണ് ഞാൻ എളുപ്പം ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ താഴത്തെ ഭാഗത്തെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ ആ ഒരു നൂലും ഇളകി പോരും കേട്ടോ. ഇത് ഞാനൊരു ഇംഗ്ലീഷുകാരുടെ വീഡിയോ കണ്ടതാണ്. അങ്ങനെയാണ് ഞാനിത് എടുക്കാൻ പഠിച്ചത്. അത് നമ്മുടെ തൊലി ഉരിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വറക്കാനും മസാല പുരട്ടിയൊക്കെ വെച്ചു. പിന്നെ അരി എടുത്ത് ഞാനിപ്പം റൈസ് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ റെഡിയാവും. അങ്ങനെ അത് കൊഞ്ചനെ കൊണ്ട് ഫ്രീസറിനകത്ത് കുറച്ച് വറക്കാനും മസാല പുരട്ടി വെച്ചു. പിന്നെ കുറച്ച് മസാലയാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് മസാല എന്ന് പറഞ്ഞ റെസിപ്പി ഞാൻ കണ്ടായിരുന്നു. അതപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ടൈമാണ് കേട്ടോ. ഒരു കാപ്പി കുടിക്കുന്ന ടൈമാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ പണിയെല്ലാം പെട്ടെന്ന് ഒതുക്കുന്നത് കേട്ടോ. ഇത് എനിക്കുള്ളൊരു ടൈമാണ് കേട്ടോ. അടുക്കളയിലെ പണിയൊക്കെ കഴിയുന്നുണ്ട്. ഞാൻ ഒരു കപ്പ് കാപ്പിയൊക്കെ എടുത്ത് ചിലപ്പോൾ അമ്മയോ അനിയത്തിയോ ഒക്കെ വിളിക്കും. അവരെ ഫോൺ വിളിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ജനലിൻ്റെ പുറത്തോട്ട് നോക്കി കുറച്ച് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചിന്തിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് എന്തിനെക്കുറിച്ചാണെന്ന് വലിയ ഊഹമൊന്നുമില്ല, എന്തിനെക്കുറിച്ചുമാകാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിൽ അപ്പടി പൊടി ഉണ്ടായിരുന്നു. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ഈ ജനൽ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് എപ്പോഴും പൊടി കയറും കേട്ടോ. അതിനകത്ത് കൂടെ ജനൽ തുറന്നില്ലെങ്കിൽ തന്നെ. അപ്പോൾ 3 റൂമിൻ്റെയും 2 റൂമിൻ്റെയും ഒരു ഹാളിൻ്റെയും ജനൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം മുന്നേ നൈറ്റ് ആയിരുന്നു. അപ്പോൾ അന്നൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് നല്ല പൊടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, അല്ലാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഹാളിൽ വന്നപ്പം ടോയ്സ് ഒക്കെ നിരന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ തന്നെ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും കേട്ടോ. മൂത്തവൾ അവിടെ പഠിക്കുകയായിരുന്നു. അപ്പം അവിടെ ബുക്ക് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം അവർ എന്നോട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നിരത്തിയിടും. എന്നാലും എനിക്ക് തൂക്കണമെങ്കിൽ ഇതെല്ലാം മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പം അവരതിന് വേണ്ടിയിട്ട് അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അത് പറഞ്ഞാൽ മതി. അതിനൊക്കെ നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ്. അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തരും. നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ കൂടെ ചെയ്യുവാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർ പ്രോത്സാഹനത്തിൽ വീഴാതിരിക്കത്തില്ല. അപ്പം നമ്മളൊന്ന് പൊക്കിക്കൊടുത്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ജനൽ ഇവിടുത്തെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു ടൈമർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ടൈമർ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ് കേട്ടോ. പ്രിയപ്പെട്ട ഭർത്ത് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ തൂത്തുവാരി അടുക്കളയിലെ പണിയും കഴിഞ്ഞ് കുളിച്ചിരിക്കും. ഞാനും കുളിച്ചിരിക്കും. ചിലപ്പം കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചിരിക്കുക. അവർ പുറത്ത് കളിക്കാൻ പോകുന്നില്ലെങ്കിൽ അതെൻ്റെ എന്തോ ഒരു ടൈം ഫ്രെയിം പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചിലപ്പോഴൊന്നും സാധിക്കാറില്ല. നമുക്ക് ഒത്തിരി തിരക്കോ ക്ഷീണമോ ഒക്കെ ഉള്ളപ്പോൾ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്ന് ഒരു ടൈമർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെനിക്ക് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഒരു ടൈമർ വെക്കാം കേട്ടോ. 1 hour 2 hour. അപ്പം നമ്മൾ അതിനുള്ളിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ താങ്ങി ഓങ്ങിയിരിക്കും. ക്ഷീണം നമ്മുടെ ഒരു കൂടപ്പിറപ്പായതുകൊണ്ട് നമുക്ക് പിന്നെ ക്ഷീണിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു ചേച്ചി ഇങ്ങനെ
ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി ആ ടൈമർ വെച്ചിട്ടാണ് ചേച്ചി ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻ്റെ ടൈമർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഒന്നീ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉള്ള കോലമാണ് നിങ്ങൾ കണ്ടത്. ആകെപ്പാടെ വേർത്തു. ഇനി തലയൊക്കെ ഒന്ന് കഴുകണം. അതിന് മുന്നേ കൊഞ്ചനെയൊക്കെ മസാല പുരട്ടി വെച്ചത് വറക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം മീൻ മസാല പുരട്ടിയിട്ട് ഞാൻ തിരിച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കൊഞ്ചനെ ഫ്രഷ് ആയിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓഫ് ഉള്ളപ്പം വീട്ടിലുള്ളപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇങ്ങനെ എണ്ണ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നുവിട്ട എണ്ണയാണ് കേട്ടോ. അപ്പം അത് അവരുടെ തലയിലും കുറച്ച് നേരം ഈ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുത്താറുണ്ട്. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കഴുകിക്കളയും. അപ്പോൾ ഞാനുള്ളപ്പോൾ അത് സമ്മതിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുത്തിക്കും കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് തലയിൽ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ തലയിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടുന്നുണ്ട്. ആ എണ്ണ തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ കുളിച്ച് ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറുള്ളൂ. പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. എനിക്ക് ഡ്യൂട്ടിക്ക് ഓഫൊക്കെ ഉള്ളപ്പം അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ച് വീടൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സമാധാനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ പകുതി വായിച്ചുകൊണ്ടിരുന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഇക്കിഗായി എന്ന് പറയുന്നത്. ആ ബുക്ക് ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതും വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും 4 മണിയൊക്കെ ആയി. അപ്പോൾ 4-5 മണിയൊക്കെ ആയി. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചോക്ലേറ്റ് ആണെന്ന്. അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയതാണ്. പുറത്ത് പോയിട്ട് ആ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് ആണ് കേട്ടോ അത്. പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് ചെസ്സൊക്കെ കളിച്ചു. ഈ ചോക്ലേറ്റ് കണ്ടിട്ട് പൂച്ചക്കഷ്ടം പോലെ ഉണ്ടെന്നായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതിരിക്കുമെന്ന് വിചാരിക്കേണ്ടത് ഞങ്ങൾ കഴിച്ചു. പിന്നെ എനിക്ക് ഇവിടുത്തെ 7 മണിയാകുമ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അത് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അപ്പം അത് 1 മണിക്കൂറാണ്, 8 മണി വരെ അതാണ്. പട്ടിയാല പാൻ്റാണ് കേട്ടോ ഇന്ന് തയ്ക്കാൻ പഠിപ്പിച്ചത്. ഇന്നലെ ഞങ്ങൾ പാൻറ്റ് തയ്ക്കാൻ പഠിപ്പിച്ചു. അതൊക്കെ നോക്കി ഞാൻ മെഷർമെൻ്റൊക്കെ എടുത്ത് എൻ്റെ ഇളയമൊക്കെ ഒരു പാൻറ്റ് തയ്ച്ച് കൊടുത്തു. ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക്. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇത് ഓൺലൈൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റുന്നു, പക്ഷെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഞങ്ങളുടെ സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, മറ്റാരെയും ജീവിതം കണ്ടിട്ട് എനിക്കത് പറ്റുന്നില്ലല്ലോ അവർക്കത് പറ്റുന്നുണ്ടല്ലോ എന്നൊന്നും വിഷമിക്കാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ സ്ട്രഗ്ലിങ്സ് ഉണ്ട്. അവരവർ നീന്തുന്ന വെള്ളത്തിൻ്റെ ആഴം അവരവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഈ ഒരു 10 മിനിറ്റ് വീഡിയോ കൊണ്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.